voice of God. God through evangelist Shaji Joseph. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട് ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദ വോയിസ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നമ്മളൊരു പുതിയ സന്ദേശം കേൾക്കുവാൻ പോവുകയാണ്. മടക്കയാത്ര വളരെ പ്രാധാന്യമർഹിക്കുന്ന, മാനുഷിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. എൻ്റെ ചിന്തകളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ആത്മീയമായി അടുത്തൊരു തലത്തിലേക്ക് ഉയരുവാൻ ഈ സന്ദേശം എന്നെ സഹായിച്ചു. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളെയും സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശത്തിനായി ചെവി കൊടുക്കാം. ലോകത്തിന്റെ തത്വങ്ങളും നിന്റെ സിസ്റ്റങ്ങളും ഇട്ട് കളിക്കാനുള്ള സമയമല്ല ഇത്. ഒരല്പസമയമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് കുഞ്ഞെ, നിന്റെ പപ്പ തന്നതല്ല, ലോകത്തിലെ നിന്റെ മമ്മ തന്നതല്ല, നിന്റെ പാസ്റ്റർ തന്നതല്ല, ഇവിടുത്തെ ഗവൺമെന്റ് തന്നതല്ല. സർവശക്തനായ ദൈവം തന്ന സമയമായത്. ഈ സമയം തന്ന ദൈവം പറയാ, സമയം കുഞ്ഞെ നീ തക്കത്തിൽ ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണോ? നിനക്കൊരു ഒറ്റ കാര്യം ഇവിടുന്ന് നേടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നിന്റെ ജീവൻ മാത്രമാ. വേറെ ഒന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറെ എന്ത് നീ നേടിയാലോ സെമിത്തേരി എന്ന ഗേറ്റിന്റെ അവിടെ വെച്ച് പറയും സ്റ്റോപ്പ്. ആവർത്തന 28 നിങ്ങളൊന്ന് കടന്നുപോയാൽ ഇതിലെല്ലാം ദൈവം വാഗ്ദാനം ചെയ്യുന്ന ലോക മനസ്സിലാകുന്നുണ്ടോ? ആവർത്തന 28 കടന്നു പോകുമ്പോൾ വാഗ്ദാനം ചെയ്യുന്ന മുഴുവൻ ലോകമാ, സ്വർഗമല്ല. കാരണം എന്താ? യേശു ഇതുവരെയും വഴി തുറന്നിട്ടില്ല. മനസ്സിലായോ? സ്വർഗത്തിലേക്ക് വഴിയില്ല. മാനസാന്തരപ്പെട്ട പലരും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മടങ്ങിപ്പോവാനുള്ളൊരു വഴിയില്ലായിരുന്നു. സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാനൊരു വഴിയില്ല. അതുകൊണ്ട് മരിച്ചവർക്കൊന്നും അങ്ങ് സ്വർഗ സ്ഥലത്ത് എത്തുവാൻ കഴിയാതെ അവരെ പാതാള പ്രതീക്ഷയിൽ അവിടെ അടയ്ക്കപ്പെട്ടത്. തുടർന്നാണ് യേശുവിന്റെ മരണശേഷം യേശു പാതാളത്തിലേക്ക് ഇറങ്ങി ബന്ധന്മാരെ വിടുവിച്ച് അവരെ ഉയരത്തിൽ കൊണ്ടുപോയത്, വഴി തുറന്നിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോ ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് ജീവൻ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ബ്രഹ്മ നഷ്ടപ്പെട്ടതുപോലെ നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുക, കിട്ടിയിട്ടില്ല. നമ്മളെ കൈ കിട്ടിയ ബ്രഹ്മ കൈ കിട്ട വ്യക്തി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുന്നത് പോലെ, പോക്കറ്റിലാണെങ്കിൽ പോക്കറ്റിലിടാം, തനിക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് പോലെ ദൈവം നമ്മളെ തന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കും. അതായത് നമ്മളുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി നടക്കുന്ന ഒരളവിലേക്ക് നമ്മൾ വളരും. എനിക്കിനി ജീവിക്കേണ്ട അപ്പച്ച, ഞാൻ ജീവിക്കുന്നെങ്കിൽ അങ്ങേക്കാണ്. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരും. ഇത് ആ അവസ്ഥയാണ് നമ്മളെ കൈ കിട്ടിയത്. അപ്പോഴാ കാണാതെ പോയ നമ്മുടെ കൈ കിട്ടിയത്. അല്ലെങ്കിൽ ജീവൻ കിട്ടിയ വ്യക്തി ജീവൻ കിട്ടിയത് കൊണ്ട് അവന് അതുകൊണ്ട് ഉപയോഗിച്ച് ലോകം നേടാൻ പോകും. ഇനി നമ്മൾ ലോകമല്ല നേടേണ്ടത്, ഇനി നാം നേടേണ്ടത് ദൈവരാജ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യമായി നേടേണ്ടത്. ദൈവരാജ്യം നേടുവാൻ നാം മടക്കയാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ?
ഓട്ടോമാറ്റിക് നമ്മുടേത് ദൈവത്തിൻ്റെതായി തീരും. എന്താ നമ്മുടേത്? നമ്മുടേതെന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെതായി തീർന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെത് നമ്മളുടേതായി തീരും. ഇതൊരു വിലമെടുക്കല, ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓൾറെഡി സ്വർഗത്തിലെ സകല ആത്മാനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചു. പക്ഷെ അത് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മളുടേത് ദൈവത്തിൻ്റെതാകണം. എങ്ങനെയാകാൻ പറ്റും? മടക്കയാത്രയിൽ അത് സംഭവിക്കും. ഇതാ കർത്താവ് പറഞ്ഞേ, ആദ്യം നീ ദൈവരാജ്യം അന്വേഷിപ്പിൻ, ദൈവരാജ്യത്തിലേക്ക് മടക്കയാത്ര ചെയ്യുവിൻ. അതോടൊപ്പം ദൈവം നിനക്ക് വേണ്ടി നിയമിച്ചത് നിന്റെ കോളിംഗ് നിവർത്തിക്കാനുള്ളത് നിന്റെ മേൽ ആഡ് ചെയ്യപ്പെടും. ലോകത്തിലുള്ള സകലം തരുന്നല്ല, അവനവന്റെ കോളിംഗ് എന്താണോ അത് നിവർത്തിക്കാനുള്ളത് അവനവന്റെ മേൽ ആഡ് ചെയ്യപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിലുള്ളത് എല്ലാം തരാന്ന് പറയുന്നത് പിശാചിന്റെ സന്ദേശമാണ്. യേശുവിനെ വിളിച്ചിട്ട് പുള്ളിക്കാരനൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. പുള്ളി ഒരു മെസ്സേജ്, ആദ്യത്തെ വീഴിക്കാൻ ഒരു മെസ്സേജ് കൊടുത്തു. ഇത് കണ്ടോ, ഇതൊക്കെ എന്റേതാണ്, ഇതൊക്കെ നിനക്ക് തരാം. ദൈവത്തെ പോലെ ആക്കാൻ തരുന്ന ആർത്തോട് പറഞ്ഞു. ഇവിടെ യേശുവിനോട് പറഞ്ഞ ഇതൊക്കെ എന്റേതാ, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. അപ്പോ ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, അത് പിശാചി ചെയ്യുന്നതാ. എന്നാൽ യേശു പറയുന്ന സന്ദേശം ഇതാണ്, നീ ദൈവരാജ്യം അന്വേഷിക്കുക. എപ്പോ? നിനക്ക് സമയം കിട്ടുമ്പോഴല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതോടൊപ്പം ഈ ഞങ്ങളിലേക്ക് ഇവിടെ ഉണ്ടാകുമായിരിക്കാം, ഈ നിഡോയുടെ കൂടെ ഒരു ചീപ്പ് കെട്ടി വെക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കെട്ടി വെക്കും. നിഡോ എന്ന് ചീപ്പ് പാൽപ്പൊടി, അതിൻ്റെ കൂടെ ചീപ്പും ഇതൊക്കെ കെട്ടി വെക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ സഹോദരിമാര് പിന്നെ അങ്ങോട്ടേ പോകും. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണെന്നുണ്ടെങ്കിൽ വേറെ നിഡോയുടെ അല്ല, ആ ചീപ്പ് കണ്ടില്ലേ, ഫ്രീ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് ഒരു ആകർഷണമാണ്. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ കർത്താവിന്റെ വചനം പറയുക, കുഞ്ഞെ നീ ദൈവരാജ്യം അന്വേഷിച്ചാൽ മതി, അതോടൊപ്പം നിഡോ വാങ്ങിച്ചാൽ മതി, അതോടൊപ്പം ഒരു ഗ്ലാസ് ഫ്രീ. മനസ്സിലായോ? പക്ഷെ നമ്മൾ പറഞ്ഞ എങ്ങനെ? എന്താ ഇപ്പൊ നിങ്ങൾ സഹോദരിമാർ എന്നിട്ട് ചോദിക്കുക, ചേട്ടാ ഗ്ലാസ് തരുമോ? ഗ്ലാസ്? ഏത് ഗ്ലാസ്? അതിന്റെ കൂടെ കെട്ടിവെച്ചത്. സഹോദരി, അത് അങ്ങനെ കിട്ടത്തില്ല, അത് നിഡോ വാങ്ങിച്ചാൽ അതിന്റെ കൂടെ കിട്ടുള്ളൂ. മനസ്സിലായോ? കർത്താവ് ഇത് തന്നെ പറയണേ. ദൈവരാജ്യം മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, അതോട് കൂടെ. അപ്പോ ഈ ലോകത്തിലുള്ളത് നമ്മൾക്ക് വേണ്ടി റിലീസ് ചെയ്യണ സ്വിച്ച് ഏതാ? മടക്കയാത്രയാണ് ലോകത്തിൽ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്. റിലീസ് ചെയ്യുന്ന സ്വിച്ച്, കൃപയുടെ സ്വിച്ച് ഏതാ? താഴ്മ. ഗ്ലോറി ടു ഗോഡ്. സ്വിച്ചുകൾ മറക്കരുത്. കിടന്ന് ഒച്ചപ്പാടും ബഹളം എടുക്കുന്നതിന് പകരം അയ്യോ പവറില്ല, ശക്തി കറണ്ടില്ല, ഭയങ്കര ഇരുട്ടോ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞതിന് പകരം സ്വിച്ച് ഇട്ടാൽ മതി. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഈ സ്വിച്ചുകളൊന്നും മറക്കരുത്. ലോകത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഓൾറെഡി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാനുള്ള സ്വിച്ചാണ് മടക്കയാത്ര. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? ഓരോ സ്വിച്ച് ഇടുക. കാലില സ്വിച്ച് ഇരിക്കുന്നത്, ഒരു സ്വിച്ച് ഇട്ടു. അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോഴും അടുത്ത സ്വിച്ച് ഇട്ടു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന് ഇത് നാം മറക്കരുത്. മെഴുകുതിരി തിരിഞ്ഞുണ്ടോ? ഇല്ലേ? ഇപ്പൊ വീണ്ടും സമയം കഴിഞ്ഞു. ആ പുള്ളിക്കാരനാ ദാസത്തെ യാത്ര പോകണ്ടേ. ഗ്ലോറി. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ജീവൻ തരുന്നത് ആരാ? യേശു. കണ്ടെത്തുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. രണ്ടുപേർക്ക് രണ്ട് ഡ്യൂട്ടിയാ. നമ്മൾ ആകെ എന്താ പറഞ്ഞോളൂ? നമ്മൾ പറഞ്ഞ യേശു ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുക. ആ ഒരു പാട്ട് മാത്രം എടുത്തു. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ, പിതാവിന്റെ ബിസിനസ്സിൽ 3 പാർട്ട്നേഴ്സാ: ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പിതാവ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു. മരിച്ചുപോയ മകനെ വീണ്ടും ജനിപ്പിക്കുവാൻ യേശുവിനെ അയച്ചു. യേശു തന്റെ പാട്ട് മനോഹരമായി ചെയ്ത് തിരിച്ചു വന്നു. നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്തി വീട്ടിലെത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഗ്ലോറി. ഹല്ലേലൂയ. ജീവൻ കിട്ടിയ മക്കൾ ഇന്നും അവിടെ തന്നെ കിടക്കുക. ആ മക്കൾ എങ്ങോട്ടൊക്കെയാ പോണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഇന്നില്ല എങ്കിൽ, ലോ ഓഫ് ദ സ്പിരിറ്റിന്റെ കീഴിൽ നമ്മൾ ഇന്ന് വന്നില്ല എങ്കിൽ, ഇന്ന് ആരാ നമ്മളെ നയിക്കുന്നേ?
പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് ഈ പരിശുദ്ധാത്മാവ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഓനെ തിരിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ രക്ഷിക്കപ്പെട്ടതാ, പക്ഷേ എങ്ങോട്ടാ ഇപ്പോഴും യാത്ര? ലോകത്തിലേക്കാ. ഓനെ തിരിയെ എന്ന് പരിശുദ്ധാത്മാവ് തന്റെ ശുശ്രൂഷ ചെയ്യുക. കർത്താവ് പറയാ, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കട്ടെ. ഇവിടെ പുള്ളി എവിടെ കേൾക്കാനോ? മനസ്സിലായോ? പുള്ളിക്ക് ചെവി പോലെ രൂപപ്പെട്ടിട്ടില്ല. ഈ ഗർഭസ്ഥ ശിശു വയറ്റിലായിരിക്കുന്ന കുഞ്ഞിന്റെ ചെവിയൊക്കെ രൂപപ്പെടുമ്പോഴാണ് കേൾക്കാൻ തുടങ്ങണേ. അമ്മേ ഹല്ലേലൂയ. സഭ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാ. ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, ആ സഭയുടെ ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞ് വളരണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കുഞ്ഞ് വളർന്ന് ഇതിന്റെ ചെവിയൊക്കെ, ആത്മീയ ചെവിയൊക്കെ രൂപപ്പെടുമ്പോഴാ ഈ ആത്മാവ് പറയുന്നത് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നേ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോ സഭ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്ററിൽ കുഞ്ഞുങ്ങളെ കിട്ടും വളർത്തി എടുക്കുക. ഇതേപോലെ സഭയുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇട്ടോക്കേ ഉടച്ചെന്ന് പരിശുദ്ധ തൽക്കാലം തിരിച്ചു വിളിക്കാം. യേശു എവിടെ വന്ന്? യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടുന്നവരെ എങ്ങോട്ട് ചേർത്തു? സഭയോട് ചേർത്തു. അതോടുകൂടെ യേശുവിന്റെ പരിപാടി കഴിഞ്ഞ് യേശു പോവുക. ചെന്ന് പോകും. സഭയോട് ചേർക്കുവാനായിട്ടുള്ള പരിപാടി യേശു ചെയ്തിട്ട് പോയി. ഇനി പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇനി സഭയെ ആത്മാവിന്റെ നിയമത്തിന്റെ കീഴില് ഇനി പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എമ്മേ അപ്പോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ എന്ത് സംഭവിച്ചു? അപ്പോ യേശുവിന്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്തു? ദിനംപ്രതി എവിടെ ചേർത്തു? അപ്പൊ ഇവർക്ക് ജീവൻ കിട്ടിയോ? ജീവൻ കിട്ടി. പക്ഷെ ദൈവരാജ്യത്തിൽ എത്തിയോ? എത്തിയില്ല. ഈ പടിയായി പരിശുദ്ധാത്മാവ് ചെയ്യാനുള്ളത്. മനസ്സിലായോ? ഇവരെ കൊണ്ടുപോയി ദൈവരാജ്യത്തിൽ എത്തിക്കുക, ഇവരെ കണ്ടെത്തുക വീട്ടില്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഈ പരിപാടി നടന്നില്ല എങ്കിലാണ് നാം നഷ്ടപ്പെട്ടു പോകുന്നത്. ഗ്ലോറി. ഈ സഭകളോടാണ് പറയുന്നത്, ജയിച്ചാൽ ആദത്തിന് കിട്ടാത്ത, ഞാൻ പാരഫ്രൈസ് ചെയ്യുക, ജീവവൃക്ഷത്തിന്റെ ഫലം കുഞ്ഞേ നിനക്ക് തിന്നാൻ കിട്ടും. അതായത് ദൈവരാജ്യത്തിലെത്തി. മനസ്സിലായോ? ദൈവരാജ്യം അവകാശമാക്കി. ജയിക്കാത്തവന് 2-ാം മരണത്താൽ ദോഷം വരും. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ഇന്ന് സഭയിൽ കയറിയിരിക്കുന്ന സകല വ്യക്തികളും ആത്മാവിന്റെ സ്വരം കേൾക്കുവാൻ ശീലിക്കണം. ആമേൻ. അതിന് ദൈവദാസന്മാർ കിങ്ഡം ട്രെയിനിങ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആമേൻ. അതിനുള്ള പുസ്തകങ്ങൾ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ചില സ്റ്റാൻഡേർഡിലെ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് വായിച്ചൊന്നും ആ ട്രെയിനിങ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രീതിയിൽ നമ്മൾ കടന്നു പോകണമെങ്കിൽ ഇവിടുത്തെ മുമ്പിലത്തെ സീഡികൾ നിങ്ങൾ വാങ്ങിച്ച്, DVDs വാങ്ങിച്ച് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, മനസ്സിലാകുന്നുവെങ്കിൽ അതിൽ ഡെയിലി ബ്രെഡ്, ഡെയിലി ക്രോസ്, ഡെയിലി ഡെത്ത് എന്ന് പറയുന്ന ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ മരുന്ന് നമ്മൾ കുറേശ്ശെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമുക്ക്, നിങ്ങൾ കുപ്പി കൊണ്ടൊന്നും വരരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞുള്ളൂ. ബൈബിളിലുള്ള ദിവസവും കഴിക്കേണ്ട, ഒരു ദിവസവും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മരുന്നിനെ കുറിച്ചാണ് പറഞ്ഞേ. അത് നമ്മളുടെ ജീവിതത്തിൽ നാം ഉപയോഗപ്രദമാക്കിയാൽ ആത്മീയ ചെവിയൊക്കെ രൂപപ്പെടാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അനുസരിക്കാൻ വേണ്ടി നമ്മുടെ തീരുമാനം. മനസ്സിലാവുന്നുണ്ടോ? ആമേ. കേൾക്കുവാനായിട്ട് പറ്റും. അങ്ങനെ കേട്ടാൽ കുഞ്ഞെ നാം തിരിയുക മാത്രമല്ല, കൈപിടിക്കും. ആത്മാവ് അവനെ സകല സത്യത്തിലും വഴി നടത്തും. എങ്ങോട്ടാണെന്നറിയാമോ?
പിതാവിന്റെ അടുക്കലേക്ക്. ഡേ ബൈ ഡേ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സ്വർഗരാജ്യത്തിലേക്ക് പോകും. ആമേൻ. ആ യാത്രയാണ് പുത്രത്വ യാത്ര. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യ ആയുസ്സിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം ഭവനമല്ല, കാറല്ല, പണമല്ല, ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ഷാജി ജോസഫ് എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്ന ജയിക്കാനായി വീണ്ടും ജനിച്ചവർ ഈ പുസ്തകം ദൈവനാമത്തിന് വേണ്ടി റിലീസ് ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, ഒരു നല്ല ചിന്തകൻ, നല്ല എഴുത്തുകാരൻ. ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കും. ഈ പുസ്തകം പ്രാർത്ഥനാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രധാന ബുക്ക് ഷോപ്പിലും ലഭ്യമാണ്. ഹല്ലേലൂയ. അത് പോകുന്ന ഹൃദയം കൊണ്ടാണ്. ദൈവത്തിന്റെ വചനം പറയും, ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു. ആ മനുഷ്യനാണ് ദാസത്വ യാത്രയായി ലോകത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ പോയി സകല വ്യക്തികളോട് സുവിശേഷം അറിയിക്കുക, പോയി ഫലം പുറപ്പെടുവിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ മെഴുകുതിരി കത്തി എരിയുന്നത് പോലെ നമ്മുടെ പുറത്തെ മനുഷ്യനെയും കൊണ്ട് നമ്മൾ പോവുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഇപ്പോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇരുന്ന ഞാൻ ഇവിടെ എത്തി. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഛത്തീസ്ഗഡിലായിരുന്നു, അതിന് കുറച്ച് ദിവസം മുമ്പ് ഡൽഹിയിലായിരുന്നു, അതിന് കുറച്ച് ദിവസം മുമ്പ് ഒമാനിലായിരുന്നു. അങ്ങനെ പല പല ഭാഗങ്ങളിലേക്കും കർത്താവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പോവുകയാണ്. അത് ദാസത്വ വേലയാ. ഈ പോക്കിനിടയിൽ എന്റെ ശരീരം ഈ ഭൂമിയിൽ അവസാനിക്കും. ആമേൻ. ഹല്ലേലൂയ. പൂഴി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് മടങ്ങിച്ചേരട്ടെ. എന്റെ പുത്രന്മാർ തിരികെ വരട്ടെ. മനസ്സിലായോ? അപ്പൊ രണ്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് മടങ്ങിച്ചേർന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ നമ്മൾ പൊടിയല്ല, പൊടിക്കുള്ളിൽ നമ്മളുണ്ട്. മനസ്സിലായോ? പൊടിക്കുള്ളിൽ നമ്മളുണ്ട്. നമ്മളോട് പറയാ, മനുഷ്യപുത്രന്മാരെ മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ പുതിയ നിയമത്തിലെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ജീവിക്കുമ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അകത്തെ മനുഷ്യൻ, ഒരിക്കലും മരിക്കാത്ത മനുഷ്യൻ ദൈവരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകണം. പുത്രനായ പോകുന്നേ. പുറത്തെ മനുഷ്യൻ ലോകത്തിലേക്ക് പോകുന്നത് ക്രിസ്തുവിന്റെ ദാസനായിട്ടാണ് പോകുന്നത്. ഗ്ലോറി ടു ഗോഡ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല, പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കും. യേശുവിനെ അയച്ചത് ദാസനെ ഉണ്ടാക്കാനല്ല, യേശുവിനെ അയച്ചത് പുത്രനെ ഉണ്ടാക്കാനാണ്. ഇനി നിങ്ങൾക്കൊരു വലിയൊരു ചോദ്യം ഉണ്ടാവും, പിന്നെ എന്തുകൊണ്ട് യേശുദാസന്മാരെ ഉണ്ടാക്കി? ഇതൊരു അസൈൻമെന്റ് ആയിട്ട് ഇരിക്കട്ടെ. യേശുവിനെ പിതാവ് അയച്ചത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദാസന്മാരാകുവാൻ, കൃപ കൊടുത്തെന്നാണ് പറഞ്ഞത്. ദൈവപുത്രന്മാരാകുവാൻ അധികാരം താക്കോൽ കൊടുത്തിരിക്കുക. ജയിക്കുന്നവർ ഇത് അവകാശമാക്കും. വെളിപ്പാട് 21:7. അവർ എനിക്ക് ദാസന്മാരാകും എന്നാണ് പറഞ്ഞത്. അല്ല, അവരെനിക്ക് പുത്രന്മാരും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ഗ്ലോറി. പിന്നെ എന്തിനാ യേശു ദാസന്മാരുണ്ടാക്കിയേ? ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നു. നല്ലൊരു ചോദ്യമാണ്. നല്ലൊരു ഉത്തരം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകട്ടെ. ഇതൊക്കെ ഒന്ന് പ്രവർത്തിക്കട്ടെ. ഗ്ലോറി. പുത്രത്തെ യാത്ര എങ്ങോട്ടാ? പിതാവിന്റെ ഭവനത്തിലേക്ക്. ആരാ കൊണ്ടുപോകുന്നേ? മരിച്ച നമുക്ക് ആരാ ജീവൻ തന്നേ? യേശു. ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ആരാ? പിതാവ്. കാത്തിരിക്കുക. യേശുവിനെ അയക്കുന്നു, പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. എന്തിനാ? നമ്മളെ വീട്ടിലെത്തിക്കാൻ, നമ്മളെ വീട്ടിലെത്തിക്കാൻ. ഇതാ പിതാവിന്റെ ബിസിനസ്. മനസ്സിലായോ? ആദ്യം ഇറങ്ങിപ്പോയ നമ്മളുടെയൊക്കെ പലരുടെയും ചിന്ത 5-6 ദിവസം കൊണ്ട് തലേദിവസം ഇട്ടിച്ച് 7-ാം ദിവസം വിശ്രമം ആരംഭിച്ചു, ഇപ്പോഴും റെസ്റ്റ് ആണെന്നാ. അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഇറങ്ങിയ നാൾ മുതൽ പ്രവർത്തനമാണ്. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തണം. അപ്പോഴാ പിതാവ് സന്തോഷിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതിന്റെ നിഴലാണ് മോശയെ കൊണ്ട് ഈജിപ്തിന്റെ അടിമത്തം ജനത്തെ വിടുവിച്ചു. ജോഷുവെ കൊണ്ട് കാനാൻ ദേശം
അവകാശം ആക്കിച്ചു. ഗ്ലോറി. യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണം പിതാവിന്റെ പദ്ധതികളുടെ അവസാനമല്ല, പിതാവിന്റെ പദ്ധതികൾ റീസ്റ്റാർട്ട് ചെയ്തോടെ. ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ വീഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ നിന്ന് മനസ്സിലാക്കുക എന്താണ് ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായോ? വീഴ്ചയ്ക്ക് മുമ്പ് ദൈവത്തിനുണ്ടായ ദൈവത്തിന്റെ പദ്ധതി അത് റീസ്റ്റാർട്ട് ചെയ്തു യേശുവിന്റെ കാൽവരി മരണത്തിന് ശേഷം. ആമേൻ. നിങ്ങൾ എല്ലാം ഞങ്ങൾ വായി വെച്ച് നീട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ കുറച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ ഒരു ക്ലൂ തന്നതാ ദൈവം നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഇത് കർത്താവിന് വല്ലതും പ്രാപിച്ചോ? നിങ്ങൾക്ക് മനസ്സിലായോ? രാജ്യത്തിന്റെ സുവിശേഷവും അതോടൊപ്പം യേശുവാണ് ക്രിസ്തു എന്ന് പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലായോ? രാജ്യത്തിന്റെ സുവിശേഷത്തിൽ ഒരു റിക്വയർമെന്റ് യേശുവാണ് ക്രിസ്തു എന്ന് പറയുന്നതിൽ ഒരു റിക്വയർമെന്റ് പൂർത്തിയാവുന്നുള്ളൂ. ഏതാണ്? മനുഷ്യർക്ക് ജീവൻ കിട്ടുന്നു, അവൻ രക്ഷിക്കപ്പെടുന്നു. ഏതിൽ നിന്ന്? ശിക്ഷായാത്രയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അവിടെ, കാരണം അവർ ശിക്ഷായാത്ര അറിഞ്ഞിട്ടില്ല. ശിക്ഷായാത്രയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. ആമേൻ. എന്നാൽ രാജ്യത്തിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇത് രണ്ടും ഉണ്ട്. ജീവൻ കൊടുക്കുന്ന പരിപാടിയുണ്ട്, രക്ഷിക്കപ്പെടുന്നത് ജീവൻ കൊടുക്കുന്ന പരിപാടിയുണ്ട്, കണ്ടെത്തുന്ന പരിപാടിയുണ്ട്. രണ്ട് പരിപാടിയുമുണ്ട്. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ മാത്രം നാം പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിൽ ലോ ഓഫ് ദ സ്പിരിറ്റ് ഇല്ല. ആത്മാവിന്റെ നിയമം ഇന്ന് സഭ ഏതിന്റെ കീഴിലായിരിക്കണോ അതില്ല. യേശുക്രിസ്തുവിനെ നാം സ്വീകരിച്ചാൽ നാം സഭയോട് ചേർന്ന്, രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർക്കുന്നു. പക്ഷെ സഭ അടുത്ത എവിടെ എത്തണം? സഭ പിതാവിന്റെ രാജ്യത്തിൽ എത്തണം. മനസ്സിലാവുന്നുണ്ടോ? സഭയെ നടത്തുന്നത് ആരാ? പരിശുദ്ധാത്മാവാ സഭയെ നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ നിയമത്തെ കുറിച്ച് അറിയാതെ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പോയി കർത്താവിനോട് പറയുകയും കർത്താവ് പറയുന്നു എന്നെ കർത്താവ് എന്ന് പറഞ്ഞ ഏവനുമല്ല, എന്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത് എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടിട്ടെങ്കിലും കാര്യം മനസ്സിലാക്കുക. ആമേൻ. മറ്റൊരു കൂട്ടർ ഇവിടം കൊണ്ട് തന്നെ ഇതാ ദാസത്വ യാത്ര ചെയ്യുന്നു, അഭിഷേകം പ്രാപിക്കുന്നു, തുടർന്ന് അഭിഷേകത്തിലൂടെ, അഭിഷേകം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അഭിഷേകം പ്രാപിക്കുന്നു, തുടർന്ന് ലോകത്തിലേക്ക് കടന്നു പോകുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദാസത്വ ശുശ്രൂഷ മനോഹരമായി ചെയ്യുന്നു. ആമേൻ. തുടർന്ന് അവർ ചെന്ന് യേശുവിനോട് പറയുന്ന റിപ്പോർട്ട് എന്നാന്നറിയാമോ? പുത്രത്തെ യാത്ര ചെയ്തതിന്റെ റിപ്പോർട്ടല്ല, അവര് പറയുന്ന യാത്ര ചെയ്തതിന്റെ റിപ്പോർട്ടാണ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. അവര് എന്ന് പറയുകയാണ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ ലോകത്തിലേക്ക് പോയി, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പല പല കാര്യങ്ങളും നിന്റെ നാമത്തിൽ ചെയ്തു. നിങ്ങൾക്കറിയാമോ? ദാസൻ പാപത്തിന് അടിമയാണ്, പുത്രൻ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കും. മടക്കയാത്രയിൽ നമ്മൾ പാപം ചെയ്യാത്ത മനുഷ്യരായിത്തീരും. യാത്രയിൽ നമ്മൾ പാപം ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. യോഹന്നാൻ 8:35-36 വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഈ ഭാഗങ്ങൾ. യാത്രയിൽ നമ്മൾ എന്തോ ചെയ്യുന്നേ? പാപം ചെയ്യരുത് 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 നിയമങ്ങൾ വീണ്ടും പഴയ നിയമത്തിൽ നിൽക്കുകയാണ്. എന്നാൽ മടക്കയാത്രയിൽ പാപം ചെയ്യുന്ന മനുഷ്യരെ തകർത്ത് കളയുക. ആമേൻ. നിങ്ങൾ രാവിലെ മനസ്സിലാക്കി, മടക്കയാത്രയിൽ പാപം ചെയ്യുന്ന ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ തകർത്ത് കളയുന്നു. അവൻ പാപം ചെയ്യാൻ കഴിയാത്ത പുത്രനായിട്ട് അവൻ വളങ്ങുകയാണ്. യാത്രയിൽ സംഭവിക്കുന്നില്ല. യാത്രയിൽ പ്രിയരെ നമ്മുടെ ശരീരം കൊണ്ട് ലോകത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് നമ്മൾ ദാസത്വ വേല ചെയ്യുന്നു, നമ്മൾ അനേകരെ കർത്താവിന് വേണ്ടി നേടുന്നു. എല്ലാം നല്ലതാ, അഭിഷേകം പ്രാപിക്കണമൊക്കെ നല്ലതാ. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിൽ നാം വർദ്ധിച്ചു 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 വരണം. അപ്പോൾ നമുക്ക് വേലയിൽ വർദ്ധിച്ചു 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 വരാൻ പറ്റും. പക്ഷെ അത് പുത്രത്വ യാത്രയുടെ സൈൻ അല്ല. പുത്രത്വ യാത്രയുടെ സൈൻ എന്ന് പറയുന്നത് നാം നാൾതോറും മരിക്കണം. ആമേൻ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. പൗലോസ് പറയുന്നു, യേശുവിന്റെ വാക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ എന്നാ ഫലം? അത് ജീവിക്കത്തില്ല. ആമേൻ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം പറഞ്ഞത്. ഗ്ലോറി, നിങ്ങളെല്ലാം ധ്യാനിക്കുക. അനേക സ്ഥലങ്ങളിൽ അനേക കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അധിക സമയം എടുക്കുന്ന ഡൈജസ്റ്റ് ആയിട്ട് വരാനായിട്ട്
ഒന്നും വിട്ടുകളയാതെ നിങ്ങൾ നോട്ട് ചെയ്യുക, തുടർന്ന് ധ്യാനിക്കുക. ദൈവം നിങ്ങളെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയരെ, മടക്കയാത്ര എന്ന ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇതേ ചാനലിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മറ്റൊരു ഉയർന്ന ആത്മീയ തലത്തിലേക്ക് കടത്തിവിടുന്ന ഈ വചനങ്ങൾ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് വാച്ച് ചെയ്യുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അപ്പോൾ അങ്ങയുടെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ വചനം ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീണ് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ സകല ആത്മീക ഭൗതിക വിഷയങ്ങളുടെ പേരും അങ്ങയുടെ കരം നീട്ടുവാൻ ഇടയാകണം. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ അങ്ങ് തൊടുവാൻ ഇടയാകണം. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ ജനം പ്രാപിക്കുവാനിടയാകട്ടെ. പ്രിയ പിതാവെ, അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ഈ സന്ദേശം ശ്രവിക്കാൻ മറക്കരുത്. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗാഡ്. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സിഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും നിന്റെ വേദന